ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്ക് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് എന്നുള്ളതാണ്. അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അലോട്ട്മെൻറ്റ് ഈസ് ദ അക്സെപ്റ്റൻസ് ഓഫ് ഓഫർ ബൈ ദി കമ്പനി. അതായത് നമ്മുടെ ഷെയറുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യം ഷെയറിന് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നു. ആ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അപേക്ഷകൾ നമ്മുടെ ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവും. ആ അപേക്ഷകൾ നമ്മൾ സ്വീകരിക്കുന്ന പ്രോസസ്സിനെയാണ് അലോട്ട്മെൻറ്റ് എന്ന് പറയുക. അതായത് നമ്മുടെ ആരൊക്കെ അപേക്ഷയാണോ സ്വീകരിച്ചിട്ടുള്ളത് ആ ഒരു സ്വീകരിക്കുന്നതിനെയാണ് അലോട്ട്മെൻറ്റ് എന്ന് പറയുക. ആ അപേക്ഷ സ്വീകരിച്ച ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കമ്പനിയുടെ ഷെയറുകൾ നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് ഈസ് ദ അക്സെപ്റ്റൻസ് ഓഫ് ഓഫർ ബൈ ദി കമ്പനി. അവർ നൽകിയിട്ടുള്ള അപേക്ഷയെ അല്ലെങ്കിൽ ഓഫർ കമ്പനി അക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റ് ആർക്കൊക്കെയാണോ കൊടുത്തിട്ടുള്ളത് അവർക്കാണ് കമ്പനിയുടെ ഷെയറുകൾ ലഭിക്കുക. ഓക്കെ, അപ്പം നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് ഈസ് ദ ബൈൻഡിങ് കോൺട്രാക്റ്റ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് എ ഷെയർ ഹോൾഡർ. അതായത് ഷെയർ ഹോൾഡറും കമ്പനിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് എന്ത്, അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ രണ്ട് രീതിയിലുള്ള അലോട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് രീതിയിലുള്ള പ്രൊസീജിയറുകളുണ്ട്. അവിടെ നമ്മൾ രണ്ടായിട്ട് ഒരു ജനറൽ പ്രിൻസിപ്പിളും അതേപോലെ സ്റ്റാറ്റ്യൂട്ടറി റെസ്ട്രിക്ഷൻസ്, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മളവിടെ പാലിക്കണം. ഒന്നാമത് ജനറൽ പ്രിൻസിപ്പിൾസ് റിഗാർഡിങ് അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജനറലായിട്ടുള്ള പൊതുവായിട്ടുള്ള ചില പ്രിൻസിപ്പിൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് അലോട്ടഡ് ബൈ പ്രോപ്പർ അതോറിറ്റി. അതായത് ഈ അലോട്ട്മെൻറ്റ് നടത്തേണ്ടത് പ്രോപ്പറായിട്ടുള്ള അതോറിറ്റിയാണ്. അതായത് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഈ അലോട്ട്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് കമ്പനി നിയോഗിച്ചിട്ടുള്ള കമ്മിറ്റിയോ അങ്ങനെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്ത് ചെയ്യേണ്ടത്, ഈ അലോട്ട്മെൻറ്റ് നടത്തേണ്ടത്. രണ്ടാമത്തത് അലോട്ട്മെൻറ്റ് എഗെയിൻസ്റ്റ് അപ്ലിക്കേഷൻ ഓൺലി. നമുക്ക് കിട്ടിയിട്ടുള്ള അപേക്ഷകൾക്ക് മാത്രമേ അലോട്ട്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. അല്ലാതെ അപ്ലിക്കേഷനായിട്ട് അയച്ചിട്ടുള്ള വ്യക്തികൾ അല്ലാത്ത വ്യക്തികൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പാടില്ല. അതായത് അവർക്ക് ഷെയർ കൊടുക്കാൻ പാടില്ല. അടുത്തത് റീസണബിൾ ടൈംസ് അതർവൈസ് ലാപ്സസ്. അതായത് നമ്മൾ ഒരു റീസണബിൾ ടൈം ഉണ്ട്, ആ റീസണബിൾ ടൈം സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അലോട്ട്മെൻറ്റ് നടത്തിയിരിക്കണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യൽ. അതായത് നമ്മൾ ആരുടെയൊക്കെയാണോ അപേക്ഷകൾ സ്വീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ ഷെയർ അലോട്ട്മെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ കൃത്യമായ രീതിയിൽ ഇൻഫോം ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യൽ. അടുത്തത് അബ്സല്യൂട്ട് ഓർ അൺകണ്ടീഷണൽ എന്നാണ്. കണ്ടീഷണൽ അല്ല, അബ്സല്യൂട്ട് ഓർ അൺകണ്ടീഷണൽ. ഓക്കെ, അതായത് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അൺകണ്ടീഷണൽ ആയിരിക്കണം. അതായത് പിന്നെ നമ്മൾ അപ്ലിക്കേഷനിൽ പറയാത്ത അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൽ പറയാത്ത വേറെ കണ്ടീഷനൊന്നും നമ്മൾ പിന്നീട് വെക്കാൻ പാടില്ല. അപ്പോൾ അപ്ലിക്കേഷനിലും പ്രോസ്പെക്ടസിലൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഷെയറുകൾ ഇഷ്യൂ ചെയ്യേണ്ടത്. അല്ലാതെ പിന്നീട് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് വേറെ കണ്ടീഷനുകളൊന്നും വെക്കാൻ പാടില്ല. അതാണ് അബ്സല്യൂട്ട് ഓർ അൺകണ്ടീഷണൽ. ഇവിടെ കണ്ടീഷണൽ എന്നാണ് എഴുതിയത്, അബ്സല്യൂട്ട് ഓർ അൺകണ്ടീഷണൽ എന്നാണ് വേണ്ടത്. ഓക്കെ, രണ്ടാമത്തത് സ്റ്റാറ്റ്യൂട്ടറി റെസ്ട്രിക്ഷൻസ് ഓൺ അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില നിയമപരമായിട്ട് പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, രജിസ്ട്രേഷൻ ഓഫ് പ്രോസ്പെക്ടസ്. അലോട്ട്മെൻറ്റ് നടത്തണമെങ്കിൽ ആദ്യം കമ്പനിയുടെ പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്തിരിക്കണം. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക? ആദ്യം കമ്പനിയുടെ പ്രോസ്പെക്ടസ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവൽ ചെയ്തിരിക്കണം. അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കമ്പനിയുടെ രജിസ്ട്രാറുടെ മുന്നിൽ ഈ പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യണം. അപ്പോഴേ കമ്പനിയുടെ പ്രോസ്പെക്ടസിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാകുകയുള്ളൂ. എന്നിട്ടാണ് നമ്മൾ ആ പ്രോസ്പെക്ടസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തുകൊണ്ട് അവരോട് ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട്, കമ്പനിയുടെ ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തത് മിനിമം സബ്സ്ക്രിപ്ഷൻ. അതായത് നമ്മൾ ഈ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മിനിമം സബ്സ്ക്രിപ്ഷൻ നടന്നാൽ മാത്രമേ അത് പിന്നെ നിയമപരമായിട്ട് അത് അംഗീകരിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മുടെ ഈ ഷെയർ ഇഷ്യൂ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപയുടെ ഷെയറാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് വെച്ചെങ്കിൽ സാധാരണയായിട്ട് 90% ഒക്കെയാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ വരൽ. അപ്പോൾ 10 ലക്ഷം രൂപയുടെ ഷെയറാണ് നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ
ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നമ്മുടെ മിനിമം സബ്സ്ക്രിപ്ഷൻ 90% ആണെങ്കിൽ 10 ലക്ഷത്തിൻ്റെ 90% എന്ന് പറഞ്ഞാൽ 9 ലക്ഷം രൂപയുടെ ഷെയറുകൾക്കെങ്കിലും അപേക്ഷ വന്നിരിക്കണം. അല്ലെങ്കിൽ ആ ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യൽ അംഗീകരിക്കില്ല. അപ്പോൾ നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഷെയർ അലോട്ട്മെൻറ്റ് നടത്താൻ പറ്റില്ല. ഓക്കെ. അടുത്തത് സെബി ഗൈഡ് ലൈൻസ്. സെബിയുടെ ഗൈഡ് ലൈൻസ് നമ്മൾ കൃത്യമായി പാലിച്ചിരിക്കണം. അടുത്തത് ഡീംഡ് പ്രോസ്പെക്ടസ്. ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഷെയർ നമ്മൾ നേരിട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് പകരം നമ്മൾ ചിലപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ വല്ല ഏജൻസികളെയോ മറ്റു സ്ഥാപനങ്ങളെയൊക്കെ നമ്മൾ ഏൽപ്പിക്കും. നമ്മുടെ ഷെയറുകൾ നമ്മൾ അവരെ ഏൽപ്പിക്കും. എന്നിട്ട് അവരാണ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങൾ നമ്മുടെ ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവർ പബ്ലിക്കിന് കൊടുക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റുകളും എന്ത് ചെയ്യും? പ്രോസ്പെക്ടസ് ആയിട്ട് പരിഗണിക്കും. നമ്മുടെ കമ്പനിയുടെ പ്രോസ്പെക്ടസ് ആയിട്ട് പരിഗണിക്കും. അങ്ങനെ ഇത്തരം സ്ഥാപനങ്ങൾ അവരുടെ ഓഫർ ഫോർ സെയിൽ എന്നാണ് അവർ കൊടുക്കുന്ന ഡോക്യുമെൻറ്റുകൾക്ക് പറയാം. അങ്ങനെ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള കമ്പനികൾ കൊടുക്കുന്ന ഓഫർ ഫോർ സെയിലിനെ ഡോക്യുമെൻ്റായിട്ട് കമ്പനിയുടെ ഡോക്യുമെൻ്റായിട്ട് പരിഗണിക്കപ്പെടും. അടുത്തത് റിട്ടേൺ ഓൺ അലോട്ട്മെൻറ്റ്. നമ്മൾ അലോട്ട്മെൻറ്റ് നൽകിക്കഴിഞ്ഞാൽ ഈ അലോട്ട്മെൻറ്റ് നടത്തിയതിനെ കുറിച്ചുള്ള നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. രജിസ്ട്രാറുടെ മുന്നിൽ നമ്മൾ അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അടുത്തത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദി ഇഷ്യൂ. ഇതിൽ കൃത്യമായിട്ട് നമ്മൾ എപ്പോഴാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, എപ്പോഴാണ് അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് തീരുമാനിച്ചിരിക്കണം. ഇതൊക്കെയാണ് അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി റെസ്ട്രിക്ഷൻസ്. അപ്പോൾ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷെയറിന് അപേക്ഷ വന്ന ആളുകൾക്ക് നമ്മൾ ഷെയർ കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് അലോട്ട്മെൻറ്റ് എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മുടെ കമ്പനി അപേക്ഷകരുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അലോട്ട്മെൻറ്റ് എന്ന് പറയുക. നമ്മുടെ ആരുടെയൊക്കെ അപേക്ഷയാണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്തത് അവർക്കാണ് നമ്മൾ ഷെയർ കൊടുക്കുക. ആ പ്രോസസ്സിനെയാണ് അലോട്ട്മെൻറ്റ് എന്ന് പറയുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാലിക്കേണ്ട ജനറൽ പ്രിൻസിപ്പിളും സ്റ്റാറ്റ്യൂട്ടറി റെസ്ട്രിക്ഷൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇറഗുലർ അലോട്ട്മെൻ്റ് ആണ്. ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ അലോട്ട്മെൻറ്റ് കമ്പനീസ് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് പാലിക്കാതെയാണ് നമ്മൾ അലോട്ട്മെൻറ്റ് നടത്തുന്നത് വെച്ചെങ്കിൽ, അതായത് ഇഫ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർ ഈസ് മെയ്ഡ് ഇൻ കോൺട്രവെൻഷൻ ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്, അതായത് കമ്പനി ആക്ടിന് എതിരായിട്ടാണ് നമ്മൾ അലോട്ട്മെൻറ്റ് നടത്തുന്നത് വെച്ചെങ്കിൽ അതിനെ ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറയും. എപ്പോഴാണ് ഒരു അലോട്ട്മെൻറ്റ് ഇറഗുലർ ആകുക എന്ന് ചോദിച്ചാൽ, ഇനി നമ്മൾ പറയാവുന്ന ഫോളോവിങ് കേസസിലാണ് നമ്മുടെ ഒരു അലോട്ട്മെൻറ്റ് ഇറഗുലറായിട്ട് പരിഗണിക്കുക. എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് പാലിക്കേണ്ട ചില കാര്യങ്ങൾ. അതായത് വെർ എ കമ്പനി നോട്ട് ഇഷ്യൂ എ പ്രോസ്പെക്ടസ് ഇൻ പബ്ലിക്. നിങ്ങൾക്കറിയാം അലോട്ട്മെൻറ്റ് നടത്തണമെങ്കിൽ ആദ്യം പ്രോസ്പെക്ടസ് കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കണം പബ്ലിക്കിന്. ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ നോട്ട് റിസീവ്ഡ്, നമ്മുടെ ഷെയറുകൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടില്ല, അതായത് മിനിമം അപേക്ഷ വന്നിട്ടില്ല. അടുത്തത് കോപ്പി ഓഫ് പ്രോസ്പെക്ടസ് നോട്ട് ഫയൽഡ് വിത്ത് രജിസ്ട്രാറുടെ മുന്നിൽ പ്രോസ്പെക്ടസിൻ്റെ കോപ്പി ഫയൽ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ഇൻ കോൺട്രവെൻഷൻ ഓഫ് പ്രോസ്പെക്ടസ് സെക്ഷൻ 26, അതായത് കമ്പനീസ് ആക്ട് 26 സെക്ഷൻ 26 എതിരായിട്ട് ഇതിൻ്റെ നിയമം സെക്ഷൻ 26 പാലിക്കാതെയാണ് നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ മിനിമം 5% ഓഫ് നോമിനൽ വാല്യൂ ഓഫ് ഷെയർ നോട്ട് റിസീവ്ഡ് ബൈ വേ ഓഫ് അപ്ലിക്കേഷൻ മണി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഷെയറിൻ്റെ വില നോമിനൽ വാല്യൂ, ആ നോമിനൽ വാല്യൂവിൻ്റെ 5% നമ്മൾക്ക് അപ്ലിക്കേഷൻ മണിയായിട്ട് കിട്ടണമെന്ന്. അങ്ങനെ അപ്ലിക്കേഷൻ്റെ കൂടെ നമ്മുടെ ഷെയറിൻ്റെ നോമിനൽ വാല്യൂവിൻ്റെ 5% അപ്ലിക്കേഷൻ മണിയായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ, അതേപോലെ അപ്ലിക്കേഷൻ മണി നോട്ട് കെപ്റ്റ് ഇൻ ഷെഡ്യൂൾഡ് ബാങ്ക്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്ലിക്കേഷൻ മണിയായിട്ട് കിട്ടുന്ന പൈസ നമ്മളുടെ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണമെന്ന്. അങ്ങനെ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, അടുത്തത് കണ്ടീഷൻ ആസ് ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ് നോട്ട് ഒബ്സേർവ്ഡ്. നമ്മുടെ ഷെയർ ലിസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ പാലിക്കേണ്ട ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് നമ്മൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ഷെയർ അലോട്ട്മെൻറ്റ് ഇറഗുലർ അലോട്ട്മെൻറ്റായിട്ട് പരിഗണിക്കപ്പെടും.
അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അലോട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട നിബന്ധനകൾ, കണ്ടീഷൻസ്, പ്രൊവിഷൻസ് പാലിച്ചിട്ടില്ലെങ്കിൽ അതിനെ ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറയും. ഓക്കെ. അടുത്തത് സെക്രട്ടറീസ് ഡ്യൂട്ടി ഇൻ കണക്ഷൻ വിത്ത് ദി അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർ. ഷെയറിൻ്റെ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനി സെക്രട്ടറി പാലിക്കേണ്ട, കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? ഷെയർ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്പനിയുടെ സെക്രട്ടറി ചെയ്യേണ്ട ഡ്യൂട്ടി എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ഹീ ഷുഡ് സീ ദാറ്റ് സ്റ്റാറ്റ്യൂട്ടറി കണ്ടീഷൻസ് ഫോർ ഷെയർ ഇഷ്യൂ. ഷെയർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ പറഞ്ഞു ചില സ്റ്റാറ്റ്യൂട്ടറി കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഒക്കെ പാലിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ട ഡ്യൂട്ടി ആർക്കാണ്? സെക്രട്ടറിക്കാണ്. അടുത്തത്, ഹീ ഷുഡ് സ്ക്രൂട്ടിനി ആൻഡ് സോർട്ടഡ് ഔട്ട് കെയർഫുള്ളി. അതായത് നമ്മുടെ ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള അപേക്ഷകൾ, അപ്ലിക്കേഷൻസ് അദ്ദേഹം കൃത്യമായിട്ട് പരിശോധിക്കുകയും അത് കൃത്യമായ രീതിയിൽ സോർട്ട് ചെയ്യുകയും വേണം. മൂന്നാമത്തത്, ഹീ ഷുഡ് നമ്പർ ദ അപ്ലിക്കേഷൻ ആൻഡ് എൻ്റർ ഡീറ്റെയിൽസ് ഇൻ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് ഷീറ്റ്. ഇങ്ങനെ വന്നിട്ടുള്ള അപേക്ഷകൾ ഈ കമ്പനി സെക്രട്ടറി കൃത്യമായ രീതിയിൽ നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ സീരിയൽ നമ്പർ കൊടുത്തുകൊണ്ട് ഓരോ അപേക്ഷകളും നമ്പർ ചെയ്യണം. എന്നിട്ട് ആ ഓരോ അപേക്ഷകളുടെയും ഡീറ്റെയിൽസ് അപ്ലിക്കേഷൻ ഷീറ്റിലും അലോട്ട്മെൻറ്റ് ഷീറ്റിലും റെക്കോർഡ് ചെയ്യണം. അടുത്തത്, ഹീ ഷുഡ് കൺസൾട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ലിസ്റ്റഡ് കമ്പനീസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കൺസൾട്ടൻസ് സ്വീകരിക്കണം. അവരെ സമീപിച്ച് അവർ പറയുന്ന നിയമങ്ങൾക്കനുസരിച്ചാണ് അലോട്ട്മെൻറ്റ് നടത്തേണ്ടത്. അടുത്തത്, ഹീ ഷുഡ് റിപ്പോർട്ട് ദ മെത്തേഡ് ഓഫ് അലോട്ട്മെൻറ്റ്. ഇവർ ഏത് രീതിയിലാണ്, ഏത് മെത്തേഡിലാണ് അലോട്ട്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇവർ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് കമ്പനിയുടെ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഓക്കെ.